കാവ്യ ഫാമിലി വ്ലോഗ്സ്. ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെക്കമെൻഡേഷനിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ പോകാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് സൈഡിലിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പം ഞങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം പ്ലീസ് സപ്പോർട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയട്ടെ. ഇപ്പോൾ പുതിയതായിട്ട് ബിഗിനേഴ്സിന് ചിലപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അവരതൊക്കെ ചെയ്തു വെക്കണം. നമ്മൾ ഓണാക്കേണ്ട കാര്യങ്ങളെല്ലാം ഓണാക്കണം. YT സ്റ്റുഡിയോയിലായാലും യൂട്യൂബിലായാലും സെറ്റിങ്സിലായാലും ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിലേക്ക് പോകത്തുള്ളൂ. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് മോണിറ്റൈസ് ആയവരെ കാണാം, അല്ലെങ്കിൽ 2, 3, 4, 5, 6, 7 ചിലപ്പോൾ ഒരു വർഷം വരെ എടുത്തേക്കാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരു ഫോൾട്ട് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അറിയാവുന്ന കാര്യങ്ങൾ ഇനിയും ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പം അതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും എല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. സാധാരണക്കാർ ചിലപ്പോൾ ഇതൊന്നും നോക്കത്തില്ല, ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർ വീഡിയോസ് എടുക്കും, അപ്ലോഡ് ചെയ്ത് വിടും. അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡേഷനിൽ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് ഒരു സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആകണം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സെറ്റിങ്സ്, സെൻഡ് ഫീഡ്ബാക്ക്, ഹെൽപ്പ് സെൻറ്റർ, യൂട്യൂബ്, പ്രൈവസി പോളിസി, ടേംസ് ഓഫ് സർവീസസ്, സ്വിച്ച് അക്കൗണ്ടും ഉണ്ട്, ഗൂഗിൾ അക്കൗണ്ടും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അത് മറ്റു വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നമ്മുടെ ഈ കാവ്യ ഫാമിലി വ്ലോഗ്സിൻ്റെ അവിടെ തന്നെ ഒരു പെൻ ഐക്കൺ കാണാം. ആ പെൻ നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, പിന്നെ ലിങ്ക് നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ വരുന്നത് ആണ് ഹോം ടാബ്. ഇത് നമ്മുടെ ഈ റെക്കമെൻഡേഷൻ, ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യേണ്ട വീഡിയോസൊക്കെ നമുക്ക് ഹോം ടാബിലൊക്കെ വന്ന് കിടക്കണം. അതിനുവേണ്ടി നമുക്ക് ഹോം ടാബ് എടുക്കാം. ഇതിൽ ഹോം ടാബ് ഉണ്ട്, ഹോം ലേഔട്ട് ഫോർ യു ഉണ്ട്. ഇതിൽ ഹോം ടാബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. യൂട്യൂബിൽ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ നമുക്ക് ആദ്യം എടുക്കാം. ഇതിൽ നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഹോം ടാബിൽ തന്നെ റെക്കമെൻഡേഷൻ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഹോം ടാബിൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ വീഡിയോസ് വരാനായിട്ടാണ് നമ്മൾ ഹോം ടാബ് ഓൺ ആക്കി ഇടുന്നത്. പിന്നെ ഹോം ലേഔട്ട് ഫോർ യുവിൻ്റെ അകത്ത് ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ആക്കി ഇടേണ്ടതാണ്. നമ്മുടെ കണ്ടൻറ്റൊക്കെ നമുക്ക് വ്യൂവേഴ്സിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺ ആക്കി ഇടേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മോർ സെറ്റിങ്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് ഒക്കെ റെക്കമെൻഡേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓണാക്കി ഇടണം. ഇത് മൂന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് ഓണാക്കി ഇടണം. പിന്നെ പറയുന്നത് ഓൾ കണ്ടൻറ്റ് റെക്കമെൻഡേഷൻ, റീസെൻറ്റ് കണ്ടൻറ്റ് ഒള്ളി. ഇതിൽ നമുക്ക് എല്ലാ കണ്ടൻറ്റും നമുക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകണം. റീസെൻറ്റ് കണ്ടൻറ്റ് ഒള്ളി മാത്രമല്ല, നമുക്ക് ഓൾ കണ്ടൻറ്റ് നമുക്ക് റെക്കമെൻഡേഷനിൽ പോകണം. നമ്മൾ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് അല്ലാതെ നമുക്ക് മുമ്പേ ഇട്ടിരുന്ന വീഡിയോസൊക്കെ റെക്കമെൻഡേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ കണ്ടൻറ്റ് റെക്കമെൻഡഡ് എന്ന് പറയുന്നത് ഓണാക്കി വെക്കണം.
ഇതും കൂടെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ സേവ് ചെയ്ത് വെക്കണം. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിലോട്ട് പൊക്കോളും. നമ്മുടെ വീഡിയോസൊക്കെ കയറുന്നതിനനുസരിച്ച് റെക്കമെൻഡേഷനിലേക്ക് പൊക്കോളും. അപ്പോൾ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. പുതിയ പുതിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൂടുതൽ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് YT സ്റ്റുഡിയോയിൽ തന്നെ ഓൺ ആക്കിയിടാണ്ട് അതൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ റെക്കമെൻഡേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഓണാക്കി വെച്ചാൽ തന്നെ നമുക്ക് നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് നമുക്ക് പോയാലും നമുക്ക് കൂടുതൽ വ്യൂസ് ആയാലും അവർക്ക് അതൊക്കെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടാലും പിന്നെ തമ്പനെയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. സെറ്റാക്കി വെച്ചാലേ അവർക്കത് ഓപ്പൺ ആക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. റെക്കമെൻഡേഷനിൽ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, തമ്പനെയിലും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കണം. നല്ലൊരു തമ്പനെയിൽ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ അത് ഓപ്പൺ ആക്കാനുള്ള അവസരമാണ്. അപ്പോൾ നല്ലൊരു തമ്പനെയിൽ ഉണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പോൾ റെക്കമെൻഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തു വെക്കുക, സെറ്റാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.